ഭർത്താവിനെ നരകത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ശരീരം ഇങ്ങനെ മാന്തി പൊളിക്കുന്നു. വേറൊരാള് തീ കൊണ്ടുള്ള ഒരു കല്ലെടുത്ത് ഇയാളെ എറിഞ്ഞ് തല പൊട്ടിക്കുന്ന കാഴ്ച നരകത്തിൽ ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഭർത്താവിനെ പറ്റിച്ച പെണ്ണും നരകത്തിൽ ആ പെണ്ണിനെ മലക്കുകൾ കല്ലെടുത്തെറിയുകയാണ്. തീ കൊണ്ടുള്ള കല്ലേറ് കിട്ടുന്നു, തല പൊളിഞ്ഞു പോകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതിയാപ്പിള അറിഞ്ഞില്ലേലോ എന്നല്ല, അള്ളാഹ് അറിഞ്ഞിട്ടുണ്ട്. നാളെ നരകത്തിന് കല്ലേറ് കിട്ടും. ഒരു കല്ലേറിന് തല പൊളന്നു പോകും, പിന്നെ തല പയ പോലെ പിന്നെ ഏറുകൊണ്ട്. ഇതന്നെ അതാണ് അവസ്ഥ. അതുകൊണ്ട് പഠിച്ചോനെ രക്ഷപ്പെട്ടു, ഇയാൾ അറിഞ്ഞില്ലേലോ എന്നൊന്നും വിചാരിക്കേണ്ട. അള്ളാഹ് കാണുന്നുണ്ട്, നാളെ ആഖിറത്തിൽ പിടികൂടും. ഇവിടെ പറ്റിക്കാൻ സുഖമാണ്. ഈ പറ്റിപ്പാണ് ഏറ്റവും വലിയ വഞ്ചന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കണ പരിപാടിയൊക്കെ മാറ്റിവെക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവേ സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ അല്ലാ, സൗഭാഗ്യം നൽകണേ റബ്ബേ. അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സ്വർഗത്തിലേക്ക് എത്തേണ്ടതാണ് എന്നൊരു ബോധ്യത്തിൽ മുന്നോട്ട് പോകണം. പല ഭാര്യമാർക്കും സംശയം ഉണ്ടാവും, ഉസ്താദ് എന്ത് ചെയ്തിട്ടും പുതിയ ആപ്പിളക്ക് നന്ദിയില്ലല്ലോ, എന്താ ചെയ്യേണ്ടത്? വിട്ടുപോകാനും പറ്റുന്നില്ല, ഇയാളടുത്തുനിന്ന് ഒരു സ്നേഹം കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്നേഹമായിട്ട് ഒരുത്തം വന്നത്. അപ്പൊ പെട്ടുപോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പുതിയാപ്ലയുടെ വിഷയത്തിൽ ഒരു പെണ്ണിന് പരീക്ഷണം നേരിട്ടാ അവളെ ക്ഷമിച്ചുകൊണ്ട് നിന്നാൽ, അല്ലാഹയെ മറക്കാതെ ജീവിച്ച അവർക്ക് ആസിയ ബീവി കൊടുക്കുന്ന പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആസിയ ബീവിന്റെ ഭർത്താവ് വളരെ മോശക്കാരനായിരുന്നു, മോശം സ്വഭാവക്കാരനായിരുന്നു, പടച്ചോനെ പേടില്ലാത്ത ആളായിരുന്നു. ആ ഭർത്താവിനെ എല്ലാ ക്രൂരതകളും ക്ഷമിച്ച് ജീവിച്ചപ്പോ ആസിയ ബീവിക്ക് അല്ലാഹു കൊടുത്ത പ്രതിഫലം, ആ പ്രതിഫലം ഈ പെണ്ണുങ്ങൾക്കുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളൊക്കെ പറ്റിച്ചാൽ കുടുങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ അല്ലാഹു നാളെ പിടികൂടും. അല്ലാഹു ഈ മനസ്സിലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് ക്ഷമയോടുകൂടി ജീവിക്കുക. ഒന്നിനും പറ്റുന്നില്ല, ഒരു നിലക്കും പോകുന്നില്ലെങ്കിൽ ത്വലാക്ക് വാങ്ങിയിട്ട് പോവുക. അള്ളാനെ മറക്കുന്ന പരിപാടി ചെയ്യരുത്. പുതിയ എണ്ണിനോട് ഒരു നിലക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു നിലക്കും ഇവളെ കൊണ്ട് നടക്കുന്നില്ല എങ്കിൽ എടുങ്ങേറും പ്രശ്നവും പ്രയാസവും കൊടുക്കാതെ നല്ല നിൽക്കുക അവളെ അങ്ങ് പറഞ്ഞേക്കുക. അല്ലേ? നമ്മളെപ്പോഴും കല്യാണം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ആദ്യം പറയുന്ന വാക്കതാണ്, ഈ വാക്ക് പറഞ്ഞിട്ടാണ് ഓരോ വാപ്പാരും മക്കളെ കെട്ടിച്ചു കൊടുക്കുന്നത്. ഇവളെ നിനക്ക് പറ്റൂല എങ്കിൽ ഇവളെ നീ എടങ്ങേറാക്കരുത്, ഇവളെ വിഷം കൊടുത്ത് കൊല്ലരുത്, പാമ്പിനെ കൊണ്ട് കടിപ്പിക്കരുത്, ഇവളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത്, ഇവളെ പറ്റി കുടുംബത്തിൽ അനാവശ്യം പറയരുത്. പറ്റൂല എങ്കിൽ ഒരു നിലക്കും ഇവളെ മുമ്പോട്ട് പോകാൻ എനിക്ക് പറ്റൂല എങ്കിൽ നല്ല രൂപത്തിൽ ഇവളെ ഇങ്ങ് തിരിച്ചു തന്നോ എന്ന് വാപ്പ പറഞ്ഞിട്ടാണ് മക്കളെ കെട്ടിച്ചു കൊടുക്കുന്നത്. അത് മനസ്സിലാക്കാൻ പഠിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ. അള്ളാഹുവേ തൗഫീക്ക് നൽകണേ റബ്ബേ. ഇതൊക്കെയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബാധ്യതകൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കൂടാനൊക്കെ, ഇത് പ്രായമൊന്നുമില്ല, എത്ര കൊല്ലം കഴിഞ്ഞാലും കുറേ കൊല്ലം കഴിഞ്ഞ് വിചാരിച്ച് പരസ്പരം മഹബത്ത് കൂടാൻ വേണ്ടി കുറയാൻ പാടില്ല. കാരണം കല്യാണം കഴിഞ്ഞ് ഒരു പരിചയമില്ലാതെ തുടങ്ങി ആദ്യകാലത്ത് ഭയങ്കരമായിരുന്നു, പിന്നീട് അങ്ങനെ കുറയേണ്ട ആവശ്യമില്ലല്ലോ, കൂടല്ലേ വേണ്ടത്. 10 കൊല്ലം കഴിയുമ്പോൾ എത്രയാണ് സ്നേഹം, അതിൻ്റെ ഇരട്ടിയാവണം 15 കൊല്ലം കഴിയുമ്പോൾ. കാരണം ആ 5 കൊല്ലവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സമാധാനവും നൽകി. അല്ലാതെ സ്നേഹവും സമാധാനവും അഭയവും അല്ലെ. ഭാര്യയെ സംബന്ധിച്ച് വയസ്സ് കൂടുന്നതിനനുസരിച്ച് പുതിയാപ്പിളയാണ് ഡ്രസ്സ് കൊടുക്കുന്നത്, ഫുഡ് കൊടുക്കുന്നത്, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കാലം കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത സേവനം നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്നേഹം കൂടുതലാണ്, കുറയാൻ പാടില്ല. കെട്ടി അന്ന് നിങ്ങൾക്ക് ഒരു സ്നേഹമില്ലെങ്കിലും 5 കൊല്ലം കഴിഞ്ഞാൽ നല്ല സ്നേഹം ഉണ്ടാകണോ? നേരെ തിരിച്ചാവരുത്. ആദ്യകാലത്ത് അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒരു അഭിനയമാണ്. ആദ്യം ഭയങ്കരമായിരുന്നു, പിന്നെ തലകുത്തനായി. അതിൻ്റെ അർത്ഥം ആദ്യം ഉള്ളത് ഹക്കല്ല, അത് പറ്റിക്കലായിരുന്നു. യഥാർത്ഥമാണെങ്കിൽ മരണം വരെ കൂടെ ഉണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ 15 വയസ്സ് കൂടുതലുള്ള ആളാണ്. റസൂലുള്ളാഹിക്ക് 25-ഉം റസൂലുള്ളാഹിൻ്റെ ഭാര്യൻ്റെ വയസ്സ് 40-ഉമാണ്.
40 വയസ്സുള്ള പെണ്ണിനെയാണ് ആദ്യം റസൂൽ കല്യാണം കഴിച്ചത്. മരിക്കണ വരെ ആ പെണ്ണ് മരിക്കണ വരെ വേറെ ഒരു പെണ്ണും കെട്ടിയിട്ടില്ല. ഖദീജ ബി വഫാത്തായതിൻ്റെ ശേഷമാണ് വേറെ പെണ്ണ് കിട്ടിയെന്നാണ്. അപ്പോൾ സൗന്ദര്യമൊന്നും അല്ല എന്ത് മാനദണ്ഡം, ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡം. അത് മനസ്സിലാക്കണം. നമ്മളെക്കാൾ 1-2 വയസ്സിന് താഴെ അല്ലെങ്കിൽ സെയിം ഏജൊക്കെയാണ് ഇന്ന് കല്യാണം നടക്കുന്നത്. എന്നിട്ടും 4 കൊല്ലം കഴിഞ്ഞ് പെണ്ണിൻ്റെ സൗന്ദര്യം പോയല്ലോ, മുഖഭംഗി കുറഞ്ഞു പോയി തുടങ്ങി പ്രശ്നം. അടുത്ത ആളെ തപ്പി നടക്കൽ. നാളെ ആഖിറത്തിൽ അള്ളാഹു ഉള്ള അമൽ പൊളിച്ചു കളയും, കുടുങ്ങും. അള്ളാഹു നമ്മളെ ഈമാൻ സലാമത്താക്കി തരട്ടെ.